കേരളത്തിലെ മാധ്യമങ്ങൾ അർജുന്റെ കുടുംബത്തിന്റെ തീരാക്കണ്ണീർ ലോകത്തിനു മുന്നിൽ എത്തിച്ചതോടെയാണ് 13 ദിവസങ്ങൾക്ക് മുൻപ് കേരള സർക്കാരും പ്രതിപക്ഷവും ഉണർന്നത്. ദുരന്തമുഖത്ത് നിന്ന് ആദ്യ ദിനങ്ങളിൽ ലോറിയുടമ മനാഫ് പറഞ്ഞ വാക്കുകൾ അത് വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു, ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആള് മലയാളിയാണ്, അതാ പ്രശ്നം. അന്നു മുതലേ കേരളം കർണാടക സർക്കാരിനെ പഴിക്കാതെ ദൗത്യം ദ്രുതഗതിയിലാക്കാൻ സമ്മർദ്ദം ചെലുത്തി. കൂടെ ഒരേ സ്വരത്തിൽ പ്രതിപക്ഷവും. എന്നാൽ തുടക്കം മുതലേ കർണാടക പറയുന്ന ഒരു കാര്യമുണ്ട്, ദൗത്യം നേരായ ദിശയിലാണെന്ന്. MLA-മാരായ സച്ചിൻ ദേവും വിജിനും AKM അഷ്റഫും സംഭവസ്ഥലത്ത് തുടർന്നെങ്കിലും രാഷ്ട്രീയപരമായി ആരോപണങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഉന്നയിച്ചിരുന്നില്ല. MK രാഘവൻ MPയും മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും പലകുറി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. അവരും രാഷ്ട്രീയം പറഞ്ഞില്ല. എന്നാൽ ഇന്ന് കേരളം നിലപാട് കടുപ്പിക്കുകയാണ്. ഇന്ന് കാലാവസ്ഥ കുറെ കൂടി അനുകൂലമാണ്, ജലനിരപ്പ് കുറഞ്ഞു. അങ്ങനെയുള്ള ഘട്ടത്തിൽ 3-3.5 മണിക്ക് തെരച്ചിൽ നിർത്തുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ സാധ്യതയുള്ള ബേസാണ് ഇതൊന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പുഴയിലെ തിരച്ചിലിൽ സഹായം ലഭ്യമാക്കാൻ കേരളം തയ്യാറാണെന്ന് നിലപാട്. ആദ്യം തൃച്ചിയിൽ നിന്നൊരു സാങ്കേതിക വിദ്യ എത്തിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് തൃച്ചിയല്ല, തൃശ്ശൂരാണ്. ഞങ്ങൾ പറഞ്ഞു ആ സംവിധാനം നിങ്ങൾ അഭ്യർത്ഥിച്ചാൽ, കാരണം നമുക്ക് എത്തിക്കാൻ പറ്റില്ല, കർണാടക സ്റ്റേറ്റാണ് അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. നിങ്ങളുടെ രീതിയിൽ അഭ്യർത്ഥന നടത്തി കഴിഞ്ഞാൽ വിത്തിൻ 24 hours അത് എത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ നിർവഹിക്കാം. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച ചെയ്ത് പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കണമെന്ന് മഞ്ചേശ്വരം MLA വ്യക്തമാക്കി. ഇനിയിപ്പോൾ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും CM to CM, കേരള CM, കർണാടക CM, ഉദ്യോഗസ്ഥ ചീഫ് സെക്രട്ടറിമാർ തമ്മിൽ ഒരു B പ്ലാനിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. രക്ഷാദൗത്യം കൂടുതൽ കരുത്തോടെ തുടരണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.